സിൽവർ ലൈൻ റെയിൽ പദ്ധതി അട്ടിമറിക്കാൻ ഇതര സംസ്ഥാനങ്ങളിലെ IT കമ്പനികൾ കോൺഗ്രസ് നേതാവ് VD സതീശന് 150 കോടി രൂപ കൈക്കൂലി നൽകിയതായി PV അൻവർ നിയമസഭയിൽ ആരോപിച്ചു. കേരളം IT മേഖലയിൽ മുന്നേറുന്നതോടെ ഇതര സംസ്ഥാനങ്ങളിലെ IT കമ്പനികൾ ഒരുക്കിയ അടിസ്ഥാന സൗകര്യം പാഴാകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് അവർ സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവിന് പണം നൽകിയതെന്നും അൻവർ ആരോപിച്ചു. അൻവർ തൊടുത്തുവിട്ട ആരോപണത്തെ പരിഹസിച്ച് തള്ളുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. അൻവറിന്റെ ആരോപണം കേട്ട് ചിരിക്കണോ കരയണോ എന്നറിയില്ല. ആരോപണം ഉന്നയിച്ച ആളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അൻവറിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രി സഭാ നേതാവല്ലേ, അദ്ദേഹത്തോട് സഹതാപമാണ് തോന്നുന്നത്. എല്ലാ രാജകൊട്ടാരങ്ങളിലും വിദൂഷകന്മാർ ഉണ്ടായിട്ടുണ്ട്. അത്തരക്കാരെ തിരിച്ചറിയാനുള്ള കഴിവാണ് ഭരണാധികാരികൾക്ക് വേണ്ടത്. സൂര്യനാണ് ചന്ദ്രനാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് പാടി വിശ്വസിക്കുകയാണ് മുഖ്യമന്ത്രിയെന്ന് സതീശൻ പരിഹസിച്ചു. ഇതുപോലൊന്ന് വായിച്ചിട്ട് അവതരിപ്പിക്കാൻ ആരെങ്കിലും അനുമതി നൽകുമോ? ഇങ്ങനെ പരിഹാസ കഥാപാത്രമാകണോ? എന്തായാലും ആരോപണം രേഖയിൽ നിന്നും പിൻവലിക്കണമെന്ന് പറയുന്നില്ല. വരുംകാല തലമുറ ഇതുപോലെ ആരോപണം ഉന്നയിച്ചിരുന്നവർ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കട്ടെ എന്നും സതീശൻ പ്രതികരിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ രണ്ടായി വെട്ടിമുറിക്കാനുള്ള പദ്ധതിയാണെന്ന് കുപ്രചരണം നടത്തി സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയത് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലായിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി കോർപ്പറേറ്റ് കമ്പനികൾ ഗൂഢാലോചന നടത്തുകയായിരുന്നു. തുടർന്ന് കേരയിൽ പദ്ധതി തടയാനുള്ള ദൗത്യം പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനെ ഏൽപ്പിച്ചു. ദൗത്യം വിജയിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനമാണ് VD സതീശന് ലഭിച്ച ഓഫർ. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ എത്ര പണം മുടക്കാനും കോർപ്പറേറ്റുകൾ തയ്യാറായിരുന്നു. 2021 ഫെബ്രുവരിയിലും മാർച്ചിലുമായി ഇലക്ഷൻ ഫണ്ട് എന്ന നിലയ്ക്ക് 150 കോടി രൂപയാണ് VD സതീശന്റെ കയ്യിലെത്തിയത്. ശീതീകരിച്ച മത്സ്യം കൊണ്ടുവരുന്ന കണ്ടെയ്നർ ലോറികളിലൂടെ 3 ഘട്ടങ്ങളിലായി 50 കോടി വീതമാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവ കടപ്പുറത്തെത്തിച്ചത്. അവിടെ നിന്ന് ആംബുലൻസുകളിലാണ് പണം പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളികളുടെ കൈകളിൽ എത്തിച്ചതെന്നും അൻവർ ആരോപിച്ചു. ഈ പണം തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി നേതാക്കൾക്ക് നൽകുകയോ കേരളത്തിൽ ചെലവഴിക്കുകയോ ചെയ്തിട്ടില്ല. പകരം കർണാടകയിലാണ് പ്രതിപക്ഷ നേതാവ് ഈ പണമെല്ലാം നിക്ഷേപിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ഒരു മാസത്തിൽ 3 തവണയെങ്കിലും VD സതീശൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നതെന്നും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും അൻവർ ആവശ്യപ്പെട്ടു.